നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഫ്ലവർ വേസ് ആണ് നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഒരു ബലൂൺ, ന്യൂസ് പേപ്പർ, വൈറ്റ് സിമെൻറ്റ്, ചിരട്ട, ഗ്ലൂ, ബ്ലാക്ക് അക്രിലിക്, മെറ്റാലിക് ഗോൾഡ്, വാർണിഷ് മുതലായവയാണ്. ഗ്ലൂവും വെള്ളവും തുല്യ അളവിൽ മിക്സ് ചെയ്ത് അവയിലേക്ക് പേപ്പർ പീസുകൾ മുക്കിയെടുത്ത് ഈ ബലൂണിന് മുകളിൽ ഒട്ടിച്ചു കൊടുക്കണം. ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ പേപ്പറിൻ്റെ 3-4 ലെയറെങ്കിലും ഈ ബലൂണിന് മുകളിൽ ഒട്ടിച്ചിരിക്കണം. ഈ പേപ്പറുകളെല്ലാം നന്നായി ഉണങ്ങി ബലൂണിന് മുകളിൽ നല്ലൊരു ആവരണം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഈ ബലൂൺ പൊട്ടിച്ചു കളയേണ്ടതാണ്. ഞാനിത് പൊട്ടിക്കുന്നതിന് മുമ്പ് തന്നെ തനിയെ അങ്ങ് പൊട്ടിപ്പോയിട്ടുണ്ട്. ഈ ന്യൂസ് പേപ്പർ 3 ഇഞ്ചോളം വീതിയിൽ കീറിയെടുത്ത് അവയൊരു ഈർക്കിലോ ഒരു കമ്പിയിലോ ചുറ്റിയെടുത്ത് നമുക്ക് പേപ്പർ ട്യൂബ് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഈ പേപ്പർ ട്യൂബുകൾ വലിയൊരു റിങ് രൂപത്തിലാക്കിയെടുക്കണം. അതിനായി ഞാനൊരു ടിന്നിൻ്റെ മൂടിയിലേക്ക് ഇത് ചുറ്റിയെടുക്കുന്നു. ഒന്നിൽ കൂടുതൽ പേപ്പർ ട്യൂബുകൾ ഞാൻ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പേപ്പർ റിങ് നമ്മുടെ പേപ്പർ ബാളിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാനാണ്. ഇതിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് ഈ റിങ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് ഇത് ഞാൻ പരസ്പരം ഒട്ടിച്ചെടുക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ന്യൂസ് പേപ്പർ അല്പം വീതിക്ക് മടക്കിയെടുത്തിരിക്കുന്നു. ഇത് നേരത്തെ നിർമ്മിച്ച അതേ റിങ്ങിൻ്റെ വലുപ്പത്തിൽ ചുറ്റിയെടുക്കുന്നു. ഇത് പേപ്പർ ബാളിൻ്റെ താഴ്ഭാഗത്തായിട്ടും ഒട്ടിച്ചു കൊടുക്കുന്നു. അപ്പം നമ്മുടെ ഫ്ലവർ വേസിൻ്റെ സ്ട്രക്ചർ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. വൈറ്റ് സിമെൻറ്റിൽ ഗ്ലൂവും വെള്ളവും മിക്സ് ചെയ്തൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ വൈറ്റ് സിമെൻറ്റിൻ്റെ 3 അളവിലാണ് ഗ്ലൂവും വെള്ളവും എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ സ്ട്രക്ചറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ വൈറ്റ് സിമെൻറ്റെല്ലാം നന്നായി ഉണങ്ങിയിട്ടുണ്ട്. നമ്മളിതിന് മുകളിലേക്ക് ബ്ലാക്ക് അക്രിലിക് കളർ അടിച്ചു കൊടുക്കുകയാണ്. കളറെല്ലാം അടിച്ചതിന് ശേഷം നന്നായി ഉണങ്ങാനായി വയ്ക്കുക. അപ്പോഴേക്കും നമുക്ക് മറ്റു കുറച്ച് ജോലികൾ ചെയ്തിട്ട് വരാം. കുറച്ച് ചിരട്ടകൾ എടുത്തിട്ടുണ്ട്. ഇവിടെ പുറത്തെ നാരികളൊക്കെ ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഉരസി ഒന്ന് ഒഴിവാക്കിയെടുക്കണം. വൃത്തിയാക്കിയ ചിരട്ട ഒരു ചാക്കിനകത്ത് പൊതിഞ്ഞെടുത്ത് ഒരു ചുറ്റിക ഉപയോഗിച്ച് അടിച്ച് പൊട്ടിച്ചെടുക്കുകയാണ്. ഈ ഓപ്പണായിട്ട് വെച്ച് ഇത് പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തെറിച്ച് നമ്മളെ കണ്ണിലോ മറ്റോ ഒക്കെ കൊണ്ട് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ബ്ലാക്ക് കളറൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഈ ചിരട്ട പീസുകൾ ഓരോന്നും ഗ്ലൂ ഉപയോഗിച്ച് ഈ ഫ്ലവർ വേസിന് മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം.
ഞാനിവിടെ ഫെവിക്കോൾ ഉപയോഗിച്ചാണ് ഇത് ഒട്ടിക്കുന്നത്. കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഫെവി ബോണ്ടോ മറ്റോ ഉപയോഗിച്ച് ഇത് ഒട്ടിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കും. ഈ ചിരട്ടകൾ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടാണ് ഇതെല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നത്. ചിരട്ട പീസുകളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായി ഉണങ്ങിയതിന് ശേഷം ഞാൻ ഇതിന് മുകളിലേക്ക് മെറ്റാലിക് ഗോൾഡ് അപ്ലൈ ചെയ്യുകയാണ്. ഈ ചിരട്ടയിൽ മാത്രമാണ് ഗോൾഡ് അപ്ലൈ ചെയ്യുന്നത്. ബ്ലാക്ക് പോർഷൻ അതേ കണക്കിനെ നിലനിർത്തുകയാണ്. ഈ ഗോൾഡൻ കളറെല്ലാം നന്നായി ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിന് പൂർണ്ണമായിട്ടും വാർണിഷ് അടിച്ചു കൊടുക്കണം. ചിരട്ടയുടെ ഇടയ്ക്കുള്ള പോർഷനിലേക്കും വാർണിഷ് എത്തുന്ന രീതിയിൽ തന്നെ അടിച്ചു കൊടുക്കണം. വാർണിഷ് ഉണങ്ങുന്നതോടുകൂടി നമ്മുടെ ഫ്ലവർ വേസ് ഇവിടെ റെഡി ആവുന്നതാണ്. എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റിയ നല്ലൊരു ക്രാഫ്റ്റാണിത്. വേണമെന്നുണ്ടെങ്കിൽ ആ വൈറ്റ് സിമെന്റ് അടിക്കുന്ന പോർഷൻ ഒഴിവാക്കാം. പകരം 2-3 ലെയർ പേപ്പറും കൂടി ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. ഗോൾഡൻ ഷെയ്ഡിലുള്ള കുറച്ച് ഫ്ലവറുകൾ കൂടി വെക്കുമ്പോൾ ഇത് നല്ല ലുക്കാവും. ഈ ഫ്ലവറുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കാണുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.